മോയമോയ ഡിസീസിനെ പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. പേര് കേട്ടാൽ നമുക്ക് തോന്നും അത്ര സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻ ഒന്നുമല്ല എന്ന്. പക്ഷേ അങ്ങനെയല്ല. ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള തലയിലെ രക്തക്കുഴലുകൾക്ക് വരുന്ന ഒരു കണ്ടീഷനാണ് മോയമോയ ഡിസീസ്. ഇത് വരാനുള്ള കാരണം ഇതുവരെയായിട്ട് ഫുള്ളായിട്ട് കണ്ടെത്തിയിട്ടില്ല. ജനറ്റിക് ഫാക്ടേഴ്സും സ്ട്രെസ്ഫുൾ ലൈഫും അതുപോലെ ട്രോമാറ്റിക് ഇഞ്ചറിയും എല്ലാം ഇതിന് കാരണമായേക്കാമെന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ബ്രെയിൻ എല്ലാ സെക്കൻഡിനും അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള പ്രവർത്തനത്തിന് കറക്റ്റ് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വേണം. പക്ഷേ മോയമോയ ഡിസീസ് ഉള്ളവരിൽ ബ്രെയിനിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകൾ നേരോ ആകാനും അതുമൂലം ബ്രെയിനിലേക്ക് പ്രോപ്പർ ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ എത്താതെ വരികയും ചെയ്യും. ഇതുമൂലം മൈൽഡ് ടു മേജർ സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലോകത്ത് എല്ലായിടത്തും മോയമോയ ഡിസീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് കൊറിയയിലും ജപ്പാനിലും അതുപോലെ ചൈനയിലുമാണ്. ഈ അസുഖം സാധാരണയായിട്ട് കണ്ടുവരുന്നത് കുട്ടികളിലും അതുപോലെ 30 to 40 വയസ്സ് വരെ പ്രായമുള്ളവരിലുമാണ്. ഇതിന്റെ സിംറ്റംസും എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ വളരെ വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഇൻഫോർമേറ്റീവ്. താങ്ക് യു ഫോർ വാച്ചിങ്.